ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഫസ്റ്റ് വീക്ക്ലി ടാസ്കിൻ്റെ റിവ്യൂ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഒരു സെമിനാറിൻ്റെ ഫ്ലയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് മൊത്തത്തിൽ വന്നിട്ടുള്ളത് 12 എൻട്രീസ് ആണ്. ആ 12 എൻട്രീസും നമ്മൾ പറയുന്നുണ്ട്. കാര്യം ഫസ്റ്റ് വീക്കാണ്, എല്ലാവരും അവരുടെ എഫേർട്ട് എടുത്തിട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ ആ 12 എണ്ണവും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആവും. അതുകൊണ്ട് ഞാൻ 1.5x സ്പീഡിലിട്ട് വീഡിയോ കാണാൻ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാണ്. പക്ഷെ നിങ്ങൾ മുഴുവൻ കാണണം. കാര്യം ഓരോന്നിലും പറയുന്നത് ഓരോരോ കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഒന്ന് കുറഞ്ഞു പോയി, എന്തുകൊണ്ട് മറ്റേത് ബെറ്ററായി എന്ന് പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ വർക്ക്സിൽ വന്നിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാവും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജസ്റ്റ് ബേസിക് ആയിട്ട് ഞാൻ ഓടിച്ച് കാഷ്വലായിട്ട് തന്നെ സംസാരിച്ച് പോകാം. പിന്നെ ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഹാർഷായിട്ട് പറഞ്ഞെന്ന് വരും. അത് എൻ്റെ ഒരു നേച്ചർ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം നിങ്ങളത് കൺസിഡർ ചെയ്യുക. അത് നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. നമുക്കതിൽ 12 വർക്ക്സാണ് വന്നത്. ആ 12 എണ്ണവും നമ്മൾ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വീക്കാണ്. നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരുപാട് ബിഗിനർ ആയിട്ടുള്ള ആളുകളൊക്കെ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ എടുക്കുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓൾസോ 3 വിന്നേഴ്സ് എന്ന് ഞാൻ പറയില്ല, നമ്മൾ പ്രൈസ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ എന്നാലും ഒരു സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ 3 പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. കാരണം 3 ഫ്ലയേഴ്സും അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. ബാക്കിയുള്ളതൊന്നും മോശമാണെന്നല്ല പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ പിറകിലായി പോയി എന്നുള്ളത് നമ്മൾ റിവ്യൂ പറയുമ്പോൾ മനസ്സിലാവും. മെയിനായിട്ട് നമ്മൾ ഡിസൈനും കോണ്ടന്റും ലാംഗ്വേജും ഈ 3 കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കോണ്ടന്റ് നന്നായവർക്ക് ചിലതിൽ ഡിസൈനിൽ പോയിട്ടുണ്ട്, ഡിസൈൻ ഭയങ്കര അടിപൊളിയായിരുന്നവർക്ക് കോണ്ടന്റിൽ പോയിട്ടുണ്ട്. ഇത് രണ്ടും ശരിയായിരുന്നവർക്ക് ലാംഗ്വേജസിൽ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് തുടങ്ങുന്നതിന് മുൻപ് ഒരു സെമിനാറിനൊക്കെ ഫ്ലയർ ഉണ്ടാക്കുമ്പോൾ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാം. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇങ്ങനെയുള്ള കോളേജസ് അല്ലെങ്കിൽ സ്കൂൾസൊക്കെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കുക. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കൊടുക്കുക ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് കൊടുത്ത് നമ്മൾ അടിയിൽ കണ്ടക്ട്സ് എ സെമിനാറോ എന്നുള്ള വാക്കോ അല്ലെങ്കിൽ പ്രസൻസ് സെമിനാർ എന്ന് കൊടുത്ത ശേഷം ആ ഇവൻ്റ് എന്താണോ അതും വലുതാക്കി കൊടുക്കും. പിന്നെ അതിൻ്റെ ടോപ്പിക്കും ഗസ്റ്റിൻ്റെ ഫോട്ടോ ഡീറ്റെയിൽസിൻ്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി, DETAILS ആണേ. ഞാനിപ്പോൾ സ്പെല്ലിംഗ് തെറ്റിച്ചതുപോലെ തന്നെ നിങ്ങളും സ്പെല്ലിങ്ങൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ തെറ്റിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്ത് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ഫോമാറ്റ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു മിസ്റ്റേക്കാണ്. അതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനത്തെ ഒരു ഫ്ലയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫ്ലയറിലേക്ക് പോകാം. നമ്മൾ ഏറ്റവും ബേസിക് ലെവലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഫ്ലയർ ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഡിസൈൻ വൈസ് അത്യാവശ്യം കുഴപ്പമില്ല. കളർ കോമ്പിനേഷൻ ആണെങ്കിലും എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നും തോന്നില്ല. ഡിസൈനും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സ്റ്റാൻഡേർഡിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് അല്ലേ. പക്ഷേ ഇതിലെവിടെയാണ് പ്രശ്നം? ആദ്യം തന്നെ ഈ ഫ്ലയർ റിജക്റ്റ് ആവാൻ പോകുന്നത് ഇവിടെയാണ്. ഈ ഒരു ഭാഗത്ത് എന്താ പ്രശ്നം? നമ്മൾ പ്രത്യേകം പറഞ്ഞു ഇൻസെക്റ്റ് സ്പീഷീസ് ആണ്. ഇത് രണ്ടും ഇൻസെക്റ്റ് ആണോ? ഒന്ന് ആമയാണ്, ടേർട്ടിൽ അല്ലെങ്കിൽ ടോർട്ടോയിസ് എന്നൊക്കെ പറയും. ഇത് ഉറുമ്പ് തീനിയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇത് ആംഫീബിയൻ ആണെന്ന് തോന്നുന്നു. ഇത് മാമലാണെന്ന് തോന്നുന്നു. ഇത് ആംഫീബിയൻ ആണ്. ഇത് രണ്ടിൽ എവിടെയാണ് ഇൻസെക്റ്റ് ഉള്ളത്? അപ്പോൾ ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു ലോജിക് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് ഒരു ബോധം തന്നെ ഞാൻ പറയട്ടെ, കുറ്റം പറയുന്നതല്ല. ഇത് പോസ്റ്റ് ചെയ്ത ആൾക്കാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ആദ്യം തിങ്ക് ചെയ്യേണ്ടത്, നമുക്കൊരു ലോജിക്ക് ഉണ്ടല്ലോ. ഒരു സെമിനാർ നടത്തുമ്പോൾ ആ സെമിനാറിൻ്റെ ടോപ്പിക് എന്നതാണെന്ന് പറയുമ്പോൾ അതിൽ ഈ 2 ജീവികളെ കൊടുത്താൽ ഇത് രണ്ടും തമ്മിൽ എന്താണ്, ഈ പോസ്റ്റർ തമ്മിൽ ഈ ഫ്ലയർ തമ്മിൽ എന്താണ് റിലേഷൻ ഉള്ളത്? ഈ നമ്മൾ പിക്ചർ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിക്ക് നമ്മുടെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെടുന്നതിന് മുൻപേ പിക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇൻസെക്റ്റുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്നുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പിക്ചർ കൊടുക്കുന്നത്. അപ്പം ഇതൊരു ബന്ധമില്ലാത്ത പിക്ചർ കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ഈ ഫ്ലയർ റിജക്റ്റ് ആയി പോയി. ഇത് ആവശ്യമില്ല. അല്ലാതെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബെറ്ററാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബട്ട് എന്നാലും ഇത് ആദ്യത്തെ ഒരു ഭാഗം തന്നെ പോയതുകൊണ്ട് ഈ ഫ്ലയറിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്. അതാണ് സംഭവിക്കുക. ബാക്കിയൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് ഡിസൈനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത്. നോക്കൂ, അതാണ് ആ ഒരു പ്രശ്നം വന്നത്. ഈ ബാക്കി ഇതിലുള്ള മിസ്റ്റേക്സ് ഒക്കെ ഞാൻ അടുത്തത് എടുക്കുമ്പോൾ പറയാം. ഇനി വേറെ ഇവിടെ ഒരു കാര്യം
പറയാനുള്ളത്, ഞാൻ ഇൻറ്റൻഷനലി ഇതിലൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. അത് ആരെങ്കിലും തിരുത്തോ എന്ന് എനിക്ക് ആഗ്രഹം, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരാൾ മാത്രമാണ് അത് തിരുത്തിയത്. അത് പിന്നെ ചിലർ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടത് ഫ്ലയറിൽ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് കറക്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, കാരണം വേറെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, കാർത്തികവനം പാർക്ക്, ചെങ്കാവ്. ഇതൊരു ഫിക്ഷണൽ ലൊക്കേഷനാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ ഒരു ചെറിയൊരു ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ കാർത്തികവനം പാർക്ക് എന്ന് പറയുന്ന ഒരു വീട്, ഒരാളുടെ സ്ഥലമൊന്നുമില്ല, അതൊരു പാർക്കാണെന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും, ശരിയല്ലേ? ഈ പാർക്കിലിരുന്നിട്ട് ആരെങ്കിലും വെർച്വലായിട്ട് സെമിനാർ നടത്തുമോ? ശരിക്കും ഭ്രാന്താണോ അവിടെ പോയിരുന്നിട്ട് വെർച്വലായിട്ട് സെമിനാർ നടത്താൻ? ശരിക്കും നമ്മളാണെങ്കിൽ നടത്തുമോ? ഒരു പാർക്കിൽ പോയിരുന്നിട്ട് വെർച്വലായിട്ട് സെമിനാർ നമ്മൾ നടത്തുമോ? സെമിനാർ നടത്തുമ്പോൾ നമ്മൾ വീട്ടിൽ വെർച്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ എവിടെയെങ്കിലും ഇരുന്നിട്ടല്ല നടത്തുക. ഇവിടെ സെമിനാർ എന്ന് പറഞ്ഞാൽ അത് വെർച്വൽ ആയിട്ടല്ല, അത് ഫേസ് ടു ഫേസ് ആയിട്ട് നടത്തുന്ന സംഭവത്തിനാണ് നമ്മൾ സെമിനാർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അതാണ് സെമിനാർ എന്ന് പറയുന്നത്. വെബിനാർ എന്ന് വെച്ചാൽ അതാണ് ഓൺലൈൻ അല്ലെങ്കിൽ വെർച്വൽ ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഈ വെർച്വൽ എന്നുള്ള വാക്ക് ഇവിടെ ആവശ്യമേ ഇല്ല. ഇതിങ്ങനെ തരാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തരുന്ന ക്ലയൻസിന് ഒരു പക്ഷേ ഇതിനെ പറ്റിയിട്ടൊന്നും വലിയ അറിവുണ്ടാവില്ല. പക്ഷേ ആ തന്നിട്ടുള്ള കോണ്ടന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തം ആണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇവിടെ വെർച്വൽ എന്നുള്ള വാക്കിൻ്റെ ആവശ്യമില്ല. വെന്യൂ കാർത്തികവനം പാർക്ക് ചെങ്കാവ് എന്ന് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഈ ബ്രാക്കറ്റ് തന്ന ആ ബ്രാക്കറ്റൊക്കെ അതേപോലെ കോപ്പി അടിച്ച് പലരും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മാറ്റാം. ഞാൻ ആ സാധനം അത് അറിയാൻ വേണ്ടി തന്നതല്ലേ. അപ്പോൾ നിങ്ങൾ അത് തന്നെ കോപ്പി അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വ്യത്യാസങ്ങളൊക്കെ വരുത്താം. അതൊന്നും പലരും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് കാര്യം. പിന്നെ ചിലപ്പോൾ ഈ വീഡിയോ 2 പാർട്ടായിരിക്കും. കാര്യം ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലെങ്ത് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു പ്രശ്നം മനസ്സിലായില്ലേ? ഡിസൈൻ, അപ്പം ഡിസൈൻ നല്ലതായതുകൊണ്ട് മാത്രം എന്താവില്ല, ഇങ്ങനത്തെ ഫ്ലയേഴ്സ് നന്നാവില്ല. ഇതിൽ കോണ്ടന്റ് ആണ് ഇതിന് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡിസൈൻ കുറച്ച് പുറകിൽ ആണെങ്കിൽ പോലും അതിൽ കോണ്ടന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഈ ഒരു സാധനം അത്യാവശ്യം കുഴപ്പമില്ലാതെ എനിക്ക് തോന്നി. എൻ്റെ കളർ കോമ്പിനേഷൻ ചെറിയൊരു രീതിയിലൊരു പ്രശ്നം, അത്യാവശ്യം ഒന്ന് കണ്ണിലേക്ക് ബ്രൈറ്റർ ആണെങ്കിൽ പോലും കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് അതിലേപോലെ തന്നെ കിളി? ഇവിടെ ഏതാ കിളി? ത്രെട്ടൻഡ് ഇൻസെക്ട് സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഈ കിളികൾ ഈ ഇൻസെക്റ്റിനെ കൊത്തി തിന്നുന്നു എന്ന് വല്ലതും ആണോ ഉദ്ദേശിച്ചത് നിങ്ങൾ? അങ്ങനെയാണോ? അങ്ങനെ ഒരു അർത്ഥത്തിലാണോ പിക്ചർ കൊടുത്തത്? അത് തോന്നിയ ഇമേജ് എടുത്തിട്ടതാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ 2 കിളികൾ, ഇത് കാറ്റർപില്ലർ അല്ല, അത് കാറ്റർപില്ലറാണോ അതോ പ്യൂപ്പയാണോ? പ്യൂപ്പയാണെന്ന് തോന്നുന്നു. ബട്ടർഫ്ലൈയുടെ പ്യൂപ്പയാണെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം, നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഈ കിളികൾ എന്തിനാണ് ഇതിനെ കൊത്തി തിന്നുന്നു അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ഭയങ്കര ഒരു വലിയൊരു ഫോൾട്ടാണ് ഈ ഒരു ഇതിലുള്ളത്. പിന്നെ ത്രെട്ടൻഡ് എന്നുള്ളതിന് റെഡ് കൊടുത്തത് നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. അത് ത്രെട്ടൻഡ് എന്നുള്ളത് റെഡ്, അത് അപകടമാണല്ലോ. എൻഡേഞ്ചേർഡ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ത്രെട്ടൻഡ് എന്ന് പറയുന്നത്. ത്രെട്ടൻഡ് ഇൻസെക്ട് സ്പീഷീസ് ഇൻ കേരള അല്ല, ഓഫ് കേരളയാണ്, കേരളത്തിലെ എന്നുള്ളതാണ്. അപ്പോൾ കോണ്ടന്റ് തന്നതിൽ കോണ്ടന്റ് നോക്കാതെയുള്ള പ്രശ്നം വന്നിട്ടുണ്ട്. പിന്നെ കണ്ടക്റ്റഡ് ബൈ ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ് എവിടെയാണ്, ഏത് കോളേജാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നുമില്ല. പല ഡീറ്റെയിൽസും ഒമിറ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. സ്പീക്കർ പ്രൊഫസർ സനുജ, പ്രൊഫസർ കഴിഞ്ഞ് കോമ ഇട്ടിട്ടാണ് സനുജ എന്ന് എഴുതുന്നത്. ഇവിടെ പ്രൊഫസർ സനുജയാണ്. കോണ്ടന്റ് മര്യാദയ്ക്ക് വായിക്കാത്തതിൻ്റെ പ്രശ്നമാണിത്. അപ്പം അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി റിജക്റ്റ് ആയിട്ട് പോകും ഈ ഒരു ഫ്ലയർ. ഇവർ ഒരു റൈറ്ററാണെന്ന് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് എവിടെ നോക്കിയിട്ടാണ് കോണ്ടന്റ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇവർ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ എൻറ്റമോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ HOD ആണെന്നുള്ളതൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള കോണ്ടന്റ് ഒക്കെ ഒമിറ്റ് ചെയ്തു. നിങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യും, ഇല്ലെങ്കിൽ പിന്നെ ചുമ്മാ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആദ്യത്തെ വീക്ക് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തില്ലെങ്കിൽ ഞാനത് റിജക്റ്റ് ചെയ്യും, ഉറപ്പായിട്ടും റിജക്റ്റ് ചെയ്യും. കാര്യം തന്ന കോണ്ടന്റ് മര്യാദയ്ക്ക് നിങ്ങൾ ചെയ്യാതെ വെറുതെ നിങ്ങൾക്ക് തോന്നിയ കോണ്ടന്റ് ഇടാനാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ തന്ന കോണ്ടന്റ് പകുതി ഒമിറ്റ് ചെയ്ത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. ഏത് കോളേജിലെ ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബാണ്, ഇതെന്താണ്, ഇത് സെമിനാർ ആണെന്നുള്ളത് എവിടെയാണ് ഇതിലുള്ളത്, ഇത് എന്തിൻ്റെ പോസ്റ്റാണെന്ന് ചോദിക്കുമ്പോൾ ഇത് സെമിനാർ ആണെന്ന് എവിടെയില്ല. സോ അത് കംപ്ലീറ്റ്ലി ഒരു 0 ആയിട്ട് പോകും. കോണ്ടന്റിൻ്റെ പേരിലാണെങ്കിലും ഡിസൈനിൻ്റെ പേരിലാണെങ്കിലും ഒരു 0 എന്നുള്ള ലെവലിലേക്ക് പോകും. ഞാൻ കുറ്റം പറയുന്നതല്ല, പക്ഷേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ വന്നിട്ടുള്ള മിസ്റ്റേക്സ് ഒരു പക്ഷേ ബിഗിനിങ് ആയതുകൊണ്ടായിരിക്കാം. അടുത്തതിൽ ഫ്ലയർ ചെയ്ത ആൾ ബെറ്റർ ആയിട്ടുള്ള സംഭവത്തിലേക്ക് വരണം. ഫ്ലയറും പോസ്റ്ററും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും സ്റ്റിൽ നമ്മളതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്താണ് ഇതെന്താണ് ഈ അനോണിമസ്?
നമ്മൾ ഓൾറെഡി ഓദർ HOD ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻഡമോളജി ആൻഡ് ബ്രാൻഡ് അംബാസിഡർ എന്നുള്ളൊരു സംഭവം ഇല്ല. അത് സ്വന്തമായിട്ട് ഇട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ സംഭവം ഇല്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വരുന്ന ആൾ ആരാണെന്ന് തന്നിട്ടുണ്ട്. വരുന്ന ആൾ ആരാണെന്ന് അറിയാതെ, അതായത് ആ ഒരു ഫീൽഡിൽ എക്സ്പേർട്ട് ആണെന്ന് അറിയാതെ ഒരാളും ആ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാനേ പോകുന്നില്ല. പിന്നെ ത്രെട്ടൻഡ് ഇൻസെക്ട് സ്പൈസസ് അല്ല. സ്പൈസസ് എന്ന് വെച്ചാൽ എന്താണ്? സുഗന്ധ വ്യഞ്ജനങ്ങൾ, നമ്മുടെ ഏലക്ക, കുരുമുളക്, ഇങ്ങനത്തെ സാധനങ്ങളാണ് സ്പൈസസ്. സ്പീസീസ് ആണ്, ജീവജാലങ്ങൾ. സ്പീസീസിനെയാണ് സ്പൈസസ് എന്ന് എഴുതിക്കുന്നത്. അപ്പം ആ ഒരു സംഭവം കറക്റ്റ് ചെയ്യണം. കേരളയുടെ സ്പെല്ലിംഗ് തെറ്റാണ്, KERA അല്ലേ. നിങ്ങളൊരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും നിങ്ങൾ 1, 2, 3 തവണ റിവ്യൂ ചെയ്യണം. മനസ്സിലായോ? അടിയറവ് കോളേജ് അല്ല. കോളേജിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, ഇതിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, അങ്ങനെ എല്ലാം തെറ്റാണ്. പല 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 കാര്യങ്ങൾ. ഇത് ചുമ്മാ അത് ഞാൻ പറയാം, നിങ്ങൾ കാണിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണോ ഒരു സാധനം ചെയ്തിരിക്കുന്നത്, അതോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഡിസൈൻ കുഴപ്പമില്ല, ഡിസൈനിൽ വലിയ ഇതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് സത്യം പറഞ്ഞാൽ ഇത്ര ക്രിറ്റിസിസം ഞാൻ ചെയ്യില്ല. പക്ഷേ ഒരു കോണ്ടൻറ്റ് അതുപോലെ തന്നിട്ട് അതുപോലെ നോക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പ്രശ്നം നിങ്ങളുടെ ഭാഗത്താണ്. നിങ്ങളുടെ അശ്രദ്ധയാണ് ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം. നിങ്ങൾ ആ കോണ്ടൻറ്റ് പേസ്റ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ഇട്ടപ്പോൾ വന്നിട്ടുള്ള പ്രശ്നമാണ്. അപ്പം അത് കംപ്ലീറ്റ്ലി സോൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹാർഷായിട്ട് അത് പറയുന്നത്. കാര്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് വന്ന, അല്ലെങ്കിൽ ഒരു തവണ ചെയ്തു അങ്ങനെ അതെനിക്ക് ഫോർവേഡ് ചെയ്തു, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ തെറ്റുണ്ടോ എന്നുള്ളതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഡിസൈനറെ സംബന്ധിച്ച് അയാൾക്ക് ലാംഗ്വേജിൽ നല്ല രീതിയിൽ അറിവുണ്ടായിരിക്കണം. അത് മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും, നിങ്ങളിപ്പോൾ അറബിയിലാണ് ഫ്ലയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അറബിയിലൊക്കെ നിങ്ങൾക്ക് ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണം. ഇന്ന് റിസോഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനൊരു ഡിസൈനർ ആയതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ, അല്ലെങ്കിൽ മലയാളം ഗ്രാമർ പഠിക്കാൻ, ഗ്രാമർ പഠിക്കാൻ സമയമില്ല എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് അല്ല. കാര്യം നിങ്ങൾ ഹയർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, നിങ്ങളിപ്പോൾ ഒരു കമ്പനിയുടെ ക്രിയേറ്റീവ് ഹെഡായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ താഴെ വരുന്ന ബിഗിനേഴ്സിനെ ലീഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ലാംഗ്വേജ് അറിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ അവരെ ലീഡ് ചെയ്യും? അവർ മിസ്റ്റേക്ക് വരുത്തിയാൽ നിങ്ങൾ എങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കും? അപ്പം അതൊരു പ്രശ്നമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ ഒരു പ്രശ്നം കറക്റ്റ് ചെയ്യണം. അപ്പം തന്ന സാധനം അതുപോലെ പോലും എഴുതാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ്. പിന്നെ ഇത് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഈ ഫ്ലയർ എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ നമ്മളത് അവർക്ക് അയച്ചു കൊടുക്കണം. അവരുടെ പോർട്ട്ഫോളിയോയിൽ അവരത് കീപ്പ് ചെയ്യും. കാര്യം എത്ര ഇൻവൈറ്റഡ് ടോക്സ് നടത്തി, എവിടെയൊക്കെ പോയി എന്നുള്ളതിന് അവർക്ക് പ്രൂഫ് വേണം. അപ്പോൾ അത് അവരുടെ പ്രൊഫൈലിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആവും. അവരെ പല എന്താ പറയുക, ഓർഗനൈസേഷൻസിലേക്കൊക്കെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഇതൊക്കെ സബ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യും. അപ്പോൾ ഓൾറെഡി നമ്മൾ പേരും തന്നു, ഡീറ്റെയിൽസ് നിന്നിട്ടൊരു അനോണിമസ് സൈൻ വെക്കുക എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി ഒരു ഇൻഡു മാർക്ക് ഇവിടെ ഇടേണ്ടി വരും. കാര്യം ഇത് ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു, ദാറ്റ്സ് ഗുഡ്. പക്ഷേ അതുപോലെ കാർത്തികവനം പാർക്ക് എന്നുള്ളത് ഒറ്റ സാധനത്തിൻ്റെ പേരാണ്, ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. കാർത്തികവനം, താഴെ പാർക്ക്, ചെങ്കാവ്, അങ്ങനെ എഴുതില്ല. വെന്യൂ വെർച്വൽ അല്ല, വെന്യൂ ആണ് കാർത്തികവനം പാർക്ക് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ഇത് നിങ്ങൾ ഈ ബിഗിനർ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ചെയ്ത് എനിക്ക് പോസ്റ്റേഴ്സും ഫ്ലൈറും തമ്മിൽ എപ്പോഴും മാറി പോകും. അത് ആ ഫ്ലോയിൽ വരുന്നതാണ്. ബിഗിനർ ആയിട്ടുള്ള നിങ്ങൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് നമ്മുടെ ഈ പറയുന്ന ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് അടുത്തത്. ഇത് എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എന്താ ഒരു ഓർമ്മ വന്ന്, ഒരു എന്താ പറയുക, നമ്മുടെ പ്രീസെറ്റ് പാക്കില്ലേ, പ്രീസെറ്റ് പാക്ക് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരു മൂടി ആയിട്ടുള്ളൊരു സംഭവമാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഇതിൽ കോണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, കൊടുത്തിരിക്കുന്നതൊക്കെ ശ്രദ്ധയിൽ. പക്ഷേ എല്ലാം സെയിം ഒരു കളർ കോമ്പിനേഷനിലേക്ക് വന്നപ്പം അതൊരു ഒരു 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 നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് ഇൻസെക്റ്റുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല അതിൽ. ഇവിടെ തുമ്പിയുണ്ട്, പക്ഷേ ഇത് തുമ്പിയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു തുമ്പിയും ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും കാണുന്നില്ല. ഭയങ്കരമായിട്ട് ഇതിൻ്റെ ബാക്കിലായി പോയി, അത് അറിയുന്നില്ല അത് ഇതാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ത്രെട്ടൻഡ് ഇൻസെക്ട് സ്പീഷീസ് എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കും, സമ്മതിച്ചു. പക്ഷേ എന്തൊക്കെയോ എവിടേക്കൊക്കെയോ ഇതും പേരും ശ്രദ്ധിക്കും, നല്ല രീതിയിൽ ശ്രദ്ധിക്കും. പക്ഷേ എന്നാലും ഇതിൽ എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആണോ, ഒരു ഡിസൈനിൽ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നൊക്കെ വൃത്തി നീറ്റാണ്. അതിൽ ഞാൻ കുറ്റം ഒരിക്കലും പറയില്ല, നീറ്റാണ്. പക്ഷേ സ്റ്റിൽ ഇതിൽ എന്തൊക്കെയോ ഫാക്ടേഴ്സ് മിസ് ഔട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ കളറാവാം, ചൂസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ആവാം, അതൊക്കെ ഒരുപക്ഷെ മാറ്റിയാൽ കുറച്ചുകൂടെ നന്നാവും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ്. ഇവിടെ മാത്രം കുറച്ച് സ്പേസ് കൂടിയതുപോലെയായി.
പേരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കും. പ്രൊഫസർ എം സനുജ എന്നുള്ളതും ത്രെറ്റൻഡ് ഇൻസെക്ട് സ്പീഷീസ് ആണെന്നുള്ളതും ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അതിലൊന്നും കുറ്റം പറയില്ല. പക്ഷേ സ്റ്റിൽ എന്തൊക്കെയോ ഫാക്ടേഴ്സ് അതിൽ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. അടുത്താണ് ഈ ഒരു ഫ്ലയറിൽ ആദ്യം തന്നെ ഇത് ഇതിലൊരു മൊബൈലിൻ്റെ ഒരു വെച്ചത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഇത് ഇൻസെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് താഴെയാണ് ഉള്ളത്. ഇത് വെർച്വൽ ആയതുകൊണ്ടാണ് ഇവിടെ വെച്ചത് എന്നുള്ളതാണ്. മേ ബി അങ്ങനെ ഒരു ആയിരിക്കും, വെർച്വൽ എന്നുള്ള രീതിയിൽ ആയതുകൊണ്ടാവാം ഇവിടെ വെച്ചത്. പക്ഷേ ത്രെറ്റൻഡ് ഇൻസെക്ട് സ്പീഷീസ് ഓഫ് കേരള എന്നുള്ളത് കുറച്ചുകൂടെ അത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഫോണിൻ്റെ മുകളിലായതുകൊണ്ട്. ജോയിൻ അസ് ഫോർ സെമിനാർ എന്നുള്ളതൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇതും പേരും ഓക്കെയാണ്. ഇതിൽ ഒരിക്കലും വായിക്കാൻ പറ്റുന്നില്ല. ഫോൺസ് യൂസ് ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു 12 PT എങ്കിലും യൂസ് ചെയ്യാൻ നമ്മൾ നോക്കുക, അല്ലെങ്കിൽ 18 ഒക്കെ യൂസ് ചെയ്യാൻ നോക്കുക. അത് എത്ര എന്താ പറയുക, എങ്ങനത്തെ ഒരു പോസ്റ്റർ ആണെങ്കിലും ഫോണ്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 12 എങ്കിലും നമ്മൾ യൂസ് ചെയ്യാൻ നോക്കണം. അപ്പോഴേ നമുക്ക് കാണാനായിട്ട് പറ്റും. സമയം ഇതൊക്കെ കറക്റ്റാണ്, ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ പേര് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യണം. കാര്യം ഇതിൽ ഗസ്റ്റ് സ്പീക്കറിൻ്റെ പേരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ടത്. അതില്ല ഇവിടെ. ഇത് ഭയങ്കരമായിട്ട് കാണുന്നില്ല. HOD ഓദറും HOD ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല. ഓദർ ആൻഡ് HOD എന്നുള്ളത് കൊടുക്കണം. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമാണ്. നമ്മളങ്ങനെ കോണ്ടന്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പല മിസ്റ്റേക്സും ഞാൻ കോണ്ടന്റിൽ വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു. പക്ഷേ അത് അങ്ങനെ ആരും അധികം കറക്റ്റ് ചെയ്ത് കണ്ടില്ല. അപ്പോൾ ഈ ഒരു പേര് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടതാണ്. ആരാണ് വരുന്നത് എന്നുള്ളത്, പേരും അവരുടെ ഡെസിഗ്നേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നന്നായിട്ട് കാണണം എന്നുള്ളതാണ്. പിന്നെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ അതൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. മേ ബി മൊത്തത്തിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഈച്ചയുടെ കൊടുത്താണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഉണ്ടാവുമായിരിക്കണം. ഇതിങ്ങനെ വന്നപ്പോൾ ഒരു ഇവിടെ ഒരു ചെടി, ചെമ്പരത്തിയുടെയോ എൻ്റെ ഇലയാണ്, ഒരു ഭംഗിക്കേട് വന്നിട്ടുണ്ട്. പിന്നെ ഫോണ്ടുകൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നം. പിന്നെ 1, 2, 3, 4 ഫോണ്ടുകൾ, 5 ഫോണ്ട്, 5 6, ഇവിടെ 6 അങ്ങനെ മാക്സിമം നമ്മൾ ഒരു ഡിസൈനിൽ, ഫോണ്ടിൻ്റെ കേസിൽ പറയുമ്പോൾ ഒരു ഡിസൈനിൽ നമ്മൾ മാക്സിമം യൂസ് ചെയ്യേണ്ടത് 3 ഫോൺസ് ആണ്. അതിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യില്ല. 3 ഫോൺസ് അല്ലെങ്കിൽ 3 വേരിയേഷൻസും ആണ് നമ്മൾ ട്രൈ ചെയ്യുക. അതിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഭയങ്കര ലെങ്ത്തായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എത്ര സമയമായി എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല. ഇനി അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും. അത് ഒറ്റ പാർട്ടിൽ തന്നെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കുറച്ച് ലെങ്ത് ആണെങ്കിൽ. കാരണം വീണ്ടും ഒരു പാർട്ടാക്കുന്ന അത്ര നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഭയങ്കര ബേസിക് ആയിട്ട് മൊബൈലിൽ ചെയ്തൊരു പോസ്റ്ററാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബേസിക് ആണെങ്കിലും ഇതിൽ ആവശ്യമുള്ള കോണ്ടൻ്റ് എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. കുറച്ചുകൂടെ ബെറ്ററാണ്. കളർ കോമ്പിനേഷൻ പച്ചയാണ് എന്നുള്ള രീതിയിൽ കുഴപ്പമില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തത് കൊണ്ടാണ് ഞാനതെടുത്തത്. ഇപ്പോൾ സെമിനാറാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ത്രെറ്റൻഡ് ഇൻസെക്ട് സ്പീഷീസിനെ പറ്റിയിട്ടാണ്, കേരളത്തിലെ ഇൻസെക്ട് സ്പീഷീസിനെ പറ്റിയിട്ടാണ് തുടക്കത്തിൽ തന്നെ ആദ്യത്തെ ഫോക്കസ് അതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ പിന്നെ സ്പീക്കർ എന്നുള്ളത് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. ആരാണ് ഇൻവൈറ്റഡ് ടോക്കാണ്, അതിൽ I ക്യാപിറ്റൽ ആക്കണമായിരുന്നു. ആ ഒരു കാര്യമുണ്ട്. പ്രൊഫസർ എം സനുജ, ഓദർ HOD, ഓദറും HOD, അത് ഓദർ ആൻഡ് എന്നുള്ളത് കൊടുക്കണം. പലരും അങ്ങനെ ചെയ്തിട്ടില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻറ്റമോളജി എന്നുള്ളത് ഒരുമിച്ച് കൊടുക്കണം. അഗ്രികൾച്ചർ, ഇവിടെ ഒരു പ്രശ്നമുണ്ട് കണ്ടോ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അപ്പോൾ ഡെസിഗ്നേഷനൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നുണ്ട്, ടൈമും ഡേറ്റും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണെന്ന് പറയുന്നത് വെർച്വലിലേക്ക് പോകും. വെർച്വൽ പക്ഷേ വെന്യൂ ആണെന്നുള്ളത് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള, അത് ഞാൻ തന്ന കോണ്ടന്റ് നിങ്ങൾ പലതും വിഴുങ്ങിയിട്ടാണ് ബാക്കിയുള്ളത് ഇടുന്നത്. ഓർഗനൈസർ ആരാണ്? ബയോഡൈവേഴ്സിറ്റി ക്ലബ്, അഡിയറ കോളേജ് ഓഫ് നാച്ചുറൽ സ്റ്റഡി. N ക്യാപിറ്റൽ ആയിരിക്കണം, S ക്യാപിറ്റൽ ആയിരിക്കണം. അങ്ങനത്തെ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള എറേഴ്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെയാണ്. അത് കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ ക്ലയൻറ്റിൻ്റെ അല്ല, നിങ്ങളുടെയാണ്. കാര്യം നിങ്ങൾ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്ന ആളായിരിക്കണം. ഈ ഒരു ഫ്ലയർ ഇവിടെ ഇട്ടത് ബാക്കിയുള്ള ഫ്ലയേഴ്സിനേക്കാൾ ഇത് ഭയങ്കര നല്ലതാണെന്നുള്ളത് കൊണ്ടല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി എന്തൊക്കെയോ ഒരു ബെറ്റർ ആയിട്ടുള്ളത് തോന്നിയതുകൊണ്ടും, പിന്നെ ഇത് ഭയങ്കര ബേസിക് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മൊബൈലിൽ ചെയ്തതുകൊണ്ടാണ്. ആ ഒരു എഫേർട്ടിനെ മാനിച്ചുകൊണ്ടാണ് ഞാൻ ഇതിവിടെ ഇട്ടത്. ഓക്കെ, പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇനി വരുന്ന ഫ്ലയേഴ്സിൽ നമ്മൾ പറയാം. അടുത്തതാണ് എനിക്ക് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് തോന്നിയ വേറൊന്ന്, ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ്, അഡിയറ കോളേജ് ഓഫ് നാച്ചുറൽ സ്റ്റഡീസ്. ഞാൻ പറഞ്ഞ ഫോർമാറ്റ് കറക്റ്റായിട്ട് പാലിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആരാണെന്നുള്ളത് ആദ്യം കോളേജിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ വന്നു. പിന്നെ കണ്ടക്ട്സ് സെമിനാർ ഓൺ എന്നുള്ളത് ഒരുമിച്ച് കൊടുക്കാമായിരുന്നു. കണ്ടക്ട്സ് എ സെമിനാർ ആണ്. കണ്ടക്ട്സ് എ സെമിനാർ ഓൺ എന്നുള്ളത് ഒരുമിച്ച് കൊടുത്തിട്ട് ത്രെറ്റൻഡ് ഇൻസെക്ട് സ്പീഷീസ് ഓഫ് കേരള എന്നുള്ളത് കൊടുക്കാമായിരുന്നു. ഇവിടെ പക്ഷേ ഈ ഒരു ഇമേജ്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കുറച്ചുകൂടെ ഡാർക്ക് ആക്കണമായിരുന്നു. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചിട്ട് അത് ഡാർക്ക് ആക്കിയാലേ ഇത് റീഡബിൾ ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. പിന്നെ ഡേറ്റ് ഇവിടെ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഡേറ്റും വെന്യൂ ഡേറ്റും, ഇത് അടുത്തൊരു കാര്യം, അതിൽ മുമ്പൊന്നും പറയാതിരുന്നൊരു കാര്യം. വെന്യൂ, ഡേറ്റ്,
അതുപോലെ ടൈം, ഇത് മൂന്നും ഒരേ സ്ഥലത്ത് കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് ഇത് മൂന്നും ഒരുമിച്ച് വേണം. അല്ലാതെ ഡേറ്റ് ഒരു സ്ഥലത്ത്, വെന്യൂ ഒരു സ്ഥലത്ത്, ടൈം ഒരു സ്ഥലത്ത്, ഇത് മൂന്നും പരതി നോക്കണം. അത് പറ്റില്ല. ഇപ്പോൾ മൂന്നും ഒരു ഭാഗത്ത് തന്നെ അടുപ്പിച്ചടുപ്പിച്ച് ഒന്നിന് താഴെ ഒന്നായിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇവൻറ്റ് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, പ്രൊഫസർ എം സനുജ എന്നുള്ളത് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ഡെസിഗ്നേഷൻ വളരെ വളരെ ചെറുതാണ്. വായിക്കാൻ പോലും പറ്റുന്നത്, നമ്മൾ തപ്പിയെടുക്കണം, അത് പറ്റില്ല. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കളർ കോമ്പിനേഷനും വലിയ പ്രശ്നം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല, കുഴപ്പമില്ലായിരുന്നു. മേ ബി പേര് വേണമെങ്കിൽ ഇതിന് താഴെ കൊടുക്കാമായിരുന്നു, ഇല്ലെങ്കിൽ ഇവൻറ്റ് സ്പീക്കറിനെ സെൻട്രലൈസ് ചെയ്യാമായിരുന്നു. ചിലപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ ടൈമും ഡേറ്റും നമ്മുടെ വെന്യൂ ഒക്കെ ഒരേ സ്ഥലത്ത് തന്നെ കൊടുക്കുക. ബാക്കി കളർ കോമ്പിനേഷൻസ് ഒന്നും അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ടൊന്നുമില്ല. കാര്യം കോണ്ടൻ്റ് എല്ലാം വൃത്തിയായിട്ടുണ്ട്, അതിലൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഈ ഒരു അവരുടെ ഡെസിഗ്നേഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് അവർക്ക് കൊടുക്കണം. റിയൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ അത് അവർ നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പം നമ്മളതൊക്കെ PDF ആയിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം അങ്ങനൊരു കാര്യം. പിന്നെ വേറെ നമ്മൾ ഫ്ലയേഴ്സ് ചെയ്യുമ്പോൾ എപ്പോഴും അതിന് ബ്ലീഡ് ഇടാൻ ശ്രദ്ധിക്കണം. ആരും എനിക്ക് അയച്ചു തന്നതിൽ ബ്ലീഡ് ഒന്നിൽ മാത്രമാണ് എനിക്ക് ബ്ലീഡ് കണ്ടത്. അത് PDF ആയിട്ട് അയച്ചപ്പം എനിക്ക് ബ്ലീഡ് ഇട്ടിട്ടാണ് തന്നത്. അപ്പം അത് ബ്ലീഡ് വേണം. കാര്യം ഇത് പ്രിൻറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ഭാഗം നോക്കൂ, ഇവിടെയൊക്കെ ഇത് കട്ടായി പോകും. മനസ്സിലായി? ഫ്ലയർ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗം കട്ടായി പോകില്ല, ഈ സൈഡൊക്കെ. അപ്പോൾ എപ്പോഴും ഒരു ബേസിക് ആയിട്ടുള്ളൊരു മാർജിൻ കീപ്പ് ചെയ്തിട്ട് വേണം ഒരു ലൈൻ ഇടുക, ഒരു ലൈൻ സ്ക്വയർ വരയ്ക്കുക അവിടെ. എന്നിട്ട് അതിന് സ്ട്രോക്ക് മാത്രമാക്കി ജസ്റ്റ് വെക്കുക, എന്നിട്ട് അതിനുള്ളിൽ കൊടുക്കുക. അപ്പം നമ്മളിപ്പോൾ പ്രിൻറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ എഡ്ജസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവരൊന്ന് കട്ട് ചെയ്യും. നമ്മൾ ബുക്കൊക്കെ ബൈൻഡ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ല, അതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഈ സൈഡൊക്കെ കട്ടായി പോകും. അപ്പോൾ ഈ കേരളയും ടീയും ഒക്കെ കട്ടായി പോകും. അത് ബാക്കി പ്രശ്നമില്ല. ബാക്കി ഇവരുടെ ഫോട്ടോ ഇത് കുറച്ച് ഇപ്പുറത്തേക്ക് വെക്കണം. അത് പറഞ്ഞത് ഒരു വൈറ്റ് കളർ ഒരു സാധനം ഇവിടെ കൊടുക്കണം നിങ്ങൾ. അതിനകത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന സാധനം ഡിസൈൻ ചെയ്യാൻ പറ്റും. അത് എനിക്ക് അയച്ചു തന്ന ആരിലും കണ്ടില്ല, നിങ്ങൾ ഫുള്ളായിട്ടാണ് അയച്ചത്. ഇത് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണോ എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല എന്ന് ഞാൻ പറയും. പക്ഷേ ഇതിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. ഒന്ന്, പേര് പ്രൊഫസർ എം സനുജ എന്നുള്ളത് സനുജ എന്ന് മാറ്റി, അത് അറിയാണ്ട് മാറിയതാണോ എന്നുള്ളത് എനിക്കറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഓതർ ആൻഡ് HOD എന്ന് കൊടുക്കണം. സെമിനാർ എന്നുള്ളത് ഓക്കെയാണ്. സെമിനാർ എന്താ പറയുക, ത്രെറ്റൻഡ് ഇൻസെക്ട് സ്പീഷീസ് ഓഫ് കേരള എന്നുള്ളത് ഓക്കെയാണ്. പക്ഷേ സെമിനാർ ഇത്ര വലിപ്പമാക്കണ്ട, ബാക്കിയുള്ളതെല്ലാം ഭയങ്കര ചെറുതായി പോയ പോലെ. പിന്നെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് സ്പേസ് ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യണം. ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് നെഗറ്റീവ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇയാൾ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്, അത് അശ്രദ്ധ കൊണ്ട് വന്നതാണ്. ഈ ഒരു സാധനമാണ്. ഇതെന്താണ്? ഇത് ഞാൻ നിങ്ങൾക്ക് ഈ വർക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി തന്ന സബ്മിഷൻ ഡെഡ് ലൈനാണ്. അതിന് ഇവിടെ കൊണ്ടിടാൻ ആരാ പറഞ്ഞേ? നോക്കൂ, സബ്മിഷൻ ഡെഡ് ലൈൻ ഞാൻ 26 May 2024 എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് തന്നൊരു ഡെഡ് ലൈനാണ്. ആ ഡെഡ് ലൈനും ടൈമും എന്തിനാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്? അത് നിങ്ങൾക്ക് ബോധമില്ലേ വായിക്കാനുള്ളത്? ഇവിടെ നോക്കിയേ, ഇവിടെ ഓൾറെഡി ഒരു ഡേറ്റും സമയം വന്നു, പിന്നെ വീണ്ടും ഒരു ഡേറ്റും സമയം. ഒരു ഫ്ലയറിൽ എങ്ങനെയാണ് 2 എണ്ണം വരിക? അത് നിങ്ങളുടെ കോമൺ സെൻസ് കൊണ്ട് നിങ്ങൾ ചിന്തിച്ചെടുക്കേണ്ട കാര്യമല്ലേ? അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാ. കളർ കോമ്പിനേഷൻ ഒന്നും കുഴപ്പമില്ല, ചെയ്തിരിക്കുന്ന വൃത്തിയുണ്ട്, ഓർഗനൈസ് ചെയ്തിരിക്കുന്നതൊക്കെ വൃത്തിയുണ്ട്. പക്ഷേ ഈ ഒരു സാധനം നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നാൽ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട കാര്യമല്ലേ? പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, വേറെ ആരെങ്കിലും ചെയ്തിരുന്നോ എന്നറിയില്ല, ഇത് ഞാൻ പറയണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ നിങ്ങൾ ചെയ്യുമെന്ന് നോക്കട്ടെ. 22 April 2020, അതായത് 22 2024 എന്ന് കൊടുക്കുന്നതിന് പകരം ഏപ്രിൽ എന്ന് കൊടുത്തു. അങ്ങനെ കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം അത് ആളുകൾ കുറച്ചുകൂടെ നന്നായിട്ട് ശ്രദ്ധിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ കൊടുത്തു. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഏപ്രിൽ എന്നുള്ളത് വേറെ ആരും കൊടുത്ത് കണ്ടില്ല ഞാൻ, അത് ഞാൻ ശ്രദ്ധിക്കാത്തതാണോ. അപ്പോൾ 22 April എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തു. അത് നല്ലൊരു കാര്യമാണ്. 10 AM ആണ്. ഓക്കെ, അതും നല്ലതാണ്. കാർത്തികവനം പാർക്ക് ചെങ്ക, ഇവിടെ വെർച്വൽ എന്നുള്ളത് ഇല്ല. സെമിനാർ എന്നുള്ളത് മേ ബി അയാൾ അറിഞ്ഞിട്ട് തന്നെ ഒഴിവാക്കിയതാവാം വെർച്വൽ എന്നുള്ളത്. പിന്നെ നടത്തുന്നത് ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ്, അഡിയറ കോളേജ് ഓഫ് നാച്ചുറൽ. N ക്യാപിറ്റൽ ആയിരിക്കണം, S ക്യാപിറ്റൽ ആയിരിക്കണം. അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇത് നടത്തിപ്പുകാരാണെന്നുള്ളത് മനസ്സിലാവുന്നത്. ഇതൊരു ലൊക്കേഷൻ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം അത് ആരാണെന്നുള്ളത് അങ്ങനെ കൊടുക്കാമായിരുന്നു. പിന്നെ ഇൻവൈറ്റഡ് സ്പീക്കറിൻ്റെ പേരും ഫോട്ടോയും ഒക്കെ അതൊക്കെ ഓക്കെയാണ്. ഇത് മേ ബി ഒരു ഗ്രീൻ കളറിൽ കൊടുത്താണെങ്കിൽ കുറച്ചുകൂടെ നേച്ചറുമായിട്ടൊരു ബന്ധമുള്ളതായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇൻസെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമില്ല, പിക്ചേഴ്സോ അങ്ങനത്തെ ഒന്നും ഇതിലില്ല. അത് ലാക്ക് ചെയ്യുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്. അതെന്തുകൊണ്ട് അത് വെക്കണം എന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അതിൻ്റെ ഭംഗി വരും. ശരിക്കും പറഞ്ഞാൽ ഇത് 4th ആണ്. ഇനി നമുക്ക് 3 എണ്ണം കൂടെ ഉള്ളൂ. നമ്മൾ ഇതിന് 3rd കൊടുക്കാം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതിൽ ഒരൊറ്റ
ഒരൊറ്റ വാക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന് തേർഡ് മിസ്സായത്. ഓക്കെ. അപ്പം എന്താണ് ഇതിൽ മിസ്സായതെന്ന് ചോദിച്ചാൽ ഇതിൽ സെമിനാർ എന്ന് പറയുന്ന വാക്കില്ല. നമ്മൾ ഈ പോസ്റ്റർ ഈ ഫ്ലയർ ചെയ്യുന്നത് എന്താണ് ഇതിൽ മിസ്സായെന്ന് ചോദിച്ചാൽ ഈ ഫ്ലയറിൽ സെമിനാർ എന്ന് പറയുന്ന വാക്കില്ല. ഇതെന്താ സംഭവം എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ എങ്ങനെ നമ്മൾ പറയും? വേറെ എല്ലാ ഡീറ്റെയിൽസൊക്കെ ഭയങ്കര നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സംഭവം ഇതിൽ സെമിനാറില്ല. എങ്ങനെ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റും? റിജക്റ്റായി പോയില്ലേ? ത്രെട്ടൻഡ് ഇൻസെക്ട് സ്പീഷീസ് ഓഫ് കേരള. ഈ ത്രെട്ടൻഡ് ഇൻസെക്ട് സ്പീഷീസ് ഓഫ് കേരള എന്നുള്ളത് എന്താ? അവിടെയാണ് പ്രശ്നം വന്നത്. ഇത് ചെയ്ത ആളുടെ പേര് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ പറയാം. നയന പി വിജയാണ് ഇത് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു സംഭവം. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു സെമിനാർ എന്നുള്ളത്. ഇത്ര വലുപ്പത്തിൽ ഇത് വെക്കണ്ട. പിന്നെ ഇതിൽ ആദ്യം ശ്രദ്ധ പോകുന്നത് സാറ്റർഡേ 22 ഏപ്രിൽ, ഇവിടെയും 22 ഏപ്രിൽ എന്ന് കൊടുത്തിട്ടുണ്ട്, 2021 എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ശ്രദ്ധ പോകും. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുക്കേണ്ട കാര്യമാണ് ടൈം, വെന്യൂ. ഇത് മൂന്നും ഈ ഒരു താഴ്ഭാഗത്ത് തന്നെ കൊടുത്താണെങ്കിൽ കുറച്ചുകൂടെ നന്നാവുമായിരുന്നു. ഇതിപ്പോൾ ഇവിടെ നിന്ന് വായിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ പേര്, കോളേജിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും അതൊക്കെ മുകളിലാണ് വെക്കേണ്ടത്. അത് ഇതിനിടയിൽ പെട്ടുപോയി. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ഫോർമാറ്റ് പറഞ്ഞു. പിന്നെ ഇൻവൈറ്റഡ് ടോക്ക്, സ്പീക്കറിൻ്റെ പേരുണ്ട്. സ്പീക്കറിൻ്റെ പേര് ഹൈലൈറ്റ് ചെയ്യണമായിരുന്നു. അതാണ് ഇവിടെ പറ്റിയൊരു പ്രശ്നം. സനുജ ഓദർ എന്നുള്ളത് ഒരുമിച്ച് കൊടുക്കില്ല. പ്രൊഫസർ സനുജ എന്നുള്ളത് അവരുടെ പേര്, അതിന് താഴെയാണ് അവരുടെ ഡെസിഗ്നേഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. HOD ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻറ്റമോളജി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്നുള്ളത് നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഇത് ഒരു ജോമെട്രി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നുണ്ടെങ്കിലും അത് നല്ലൊരു കാര്യമല്ല. അപ്പം അപ്പോൾ അവരുടെ പേര് ഹൈലൈറ്റ് ചെയ്യണം. പിന്നെ അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വെക്കണം. വേറെ നോക്കുകയാണെങ്കിൽ ഭയങ്കര നീറ്റാണ്, ഭയങ്കര വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൺസിഡർ ചെയ്യുക. അതും കൂടി കൺസിഡർ ചെയ്താണെങ്കിൽ ഉറപ്പായിട്ടും തേർഡ് പൊസിഷനിലേക്ക് വരാൻ പറ്റുമായിരുന്നു നയനയ്ക്ക്. ഓക്കെ. അപ്പോൾ അങ്ങനൊരു സംഭവമുണ്ട്. ഇതിലിപ്പോൾ കട്ടായി, ഇവിടെയും ബ്ലീഡിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. കട്ടായി പോകുന്ന ഈ സൈഡ്സ് ഒന്നും കുഴപ്പമില്ല, പക്ഷേ ഇവിടെ അങ്ങനെ ഇത് കുറച്ച് താഴത്തേക്ക് വെക്കണമെങ്കിൽ ഇത്ര വലിപ്പം വേണ്ടായിരുന്നു ഇത്. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ഇനിയും ഒരുപാട് മിസ്റ്റേക്സ് പറയാനുണ്ട്, പക്ഷേ അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾ പലരും ബിഗിനേഴ്സാണ്. അപ്പം എന്താ പറയുക, ഇനിയും നമ്മൾ ഒരുപാട് വീക്ക്ലി ടാസ്കുകളുണ്ട്, അതിലൊക്കെ പറയാം. എല്ലാം ഇപ്പോൾ ഇതിൽ പറയേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഇതിൽ കോണ്ടൻ്റ് എല്ലാം വൃത്തിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ, ഈ റെഡിന് പകരം ഇവിടെ ഗ്രീൻ കൊടുത്താണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയാവുമായിരുന്നു. ഇതിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു കളർ കോമ്പിനേഷൻ നല്ലതാക്കിയതാണെങ്കിൽ കുറച്ചുകൂടെ ഇത് ഭയങ്കര ബെറ്റർ ആവുമായിരുന്നു. ഇത് സെക്കൻഡിലേക്കൊക്കെ വരാം. കാരണം ഇത് എന്താ പറയുക, ഇതിൽ പിക്ചേഴ്സ് ഉണ്ട്. ഇൻസെക്റ്റുകൾ 4 ഇൻസെക്ട് ടൈപ്പ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. സെമിനാർ ഫസ്റ്റ് തന്നെ സെമിനാർ ഓൺ ത്രെട്ടൻഡ് സ്പീഷീസ് ഓഫ് ഇൻസെക്ട് സ്പീഷീസ് ഓഫ് കേരള എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മനസ്സിലാവും നമുക്ക്. ഈ ഒരു റെഡ് കുറച്ച് കണ്ണിന് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ദ ട്രൂത്ത്. അത് ഒന്ന് മാറ്റാം. ലൈറ്റ് റെഡാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല. ഭയങ്കര ഡാർക്ക് റെഡ്, ഇത്രയും ഡാർക്ക് കളേഴ്സ് ഒരിക്കലും യൂസ് ചെയ്യരുത്. ഓക്കെ. അപ്പം വെന്യൂ വി ക്യാപിറ്റൽ ആക്കണം. വെന്യൂ കാർത്തിക വനം പാർക്ക് ചെങ്കാവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓർഗനൈസ്ഡ് ബൈ, ഇവിടെ വെർച്വൽ എന്നുള്ള സാധനം ഇല്ല, അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഡേറ്റ് ഇവിടെ ഏപ്രിലിൽ നിന്ന് കൊടുക്കാമായിരുന്നു, നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റും ടൈം. ഈ ഒരു ഫ്ലയറിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത്, ഇതിൽ ഫോൺ പെയറിങ്സ്, ഫോണ്ടുകൾ കറക്റ്റായിട്ട് ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇത് സൈസും അങ്ങനത്തെ ഓരോന്നും ഓരോ സൈസിൽ, ഇത് സ്ട്രെച്ച് ചെയ്ത പോലെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്ട്രെച്ച് ചെയ്ത് വെച്ച പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണ്ടുകൾക്ക് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞ ഈ ഒരു ഫ്ലയറിന് തേർഡ് ശരിക്കും പറഞ്ഞാൽ കൊടുക്കണം. പക്ഷെ അതിൽ സെമിനാർ എന്നുള്ളൊരു വാക്കുകൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഇത് ഈ ഒരു ഫ്ലയർ ചെയ്തതിൻ്റെ പർപ്പസ് തന്നെ എന്താണെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് അത് ആ ഒരു സ്ഥാനം കൊടുക്കുക? അപ്പോൾ അത് ഭയങ്കര ഒരു ഒറ്റ വാക്കേ ഉള്ളൂ, പക്ഷെ ആ ഒരു വാക്കാണ് ഇതിൻ്റെ ഒരു പർപ്പസ് നിശ്ചയിക്കുന്നത്. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സാധനം ഇവിടേക്ക് കയറി വന്നത്. ഇതിൽ ഇൻസെക്റ്റിൻ്റെ പിക്ചേഴ്സ് ഉണ്ട്, ആളുടെ ഫോട്ടോ ഉണ്ട്. ഇവിടെ ഈ ഒരു ബ്ലാക്ക് റെഡിൽ കാണുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല, റീഡബിൾ അല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ ഫോൺസൊക്കെ കുറച്ചുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യണം. 1, 2, 3 ഫോൺസൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ 4 ഫോൺസ്. ഇത് ഇവിടെ ഇൻവൈറ്റഡ് ടോക്കാണ്, ഇൻവൈറ്റ് അല്ല, ഇൻവൈറ്റഡ് ടോക്ക് എന്നുള്ളത് കൊടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ മിസ് ഔട്ട് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതിൽ ഒരുപാട് മിസ് ഔട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടാവും. പിന്നെ ഇവിടെയും അതുപോലെ ബ്ലീഡിൻ്റെ ഒരു ഇഷ്യൂ. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരില്ല. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഇട്ടിട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് വൺ ഭയങ്കര എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത, എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒന്ന്.
നമുക്ക് ഇതിൽ കുറ്റങ്ങൾ പറയുന്നതിന് ക്രിറ്റിസിസം പറയുന്നതിനേക്കാൾ ഇതിൽ ഉള്ള ഫാക്ടേഴ്സുകൾ പറയാം. നോക്കൂ, കറക്റ്റായിട്ട് ആദ്യം കോളേജിൻ്റെ ലോഗോ വെച്ചിട്ടുണ്ട്, കോളേജ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കും നമ്മൾ. ഇവിടെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് കേരളാസ് വാനിഷിങ് ഇൻസെക്ട്സ് എന്നുള്ളത് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം നമ്മൾ ശ്രദ്ധിക്കും. അപ്പം നമുക്ക് മനസ്സിലായി ഇത് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസെക്റ്റിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മുടെ കണ്ണ് നേരെ പോകുന്നത് ഈ ഒരു ഫോട്ടോയിലേക്കായിരിക്കാം, ഇല്ലെങ്കിൽ ഇവിടേക്കായിരിക്കാം. ഫോട്ടോ നമ്മൾ നോക്കും, അപ്പോൾ സ്പീക്കർ അടിയിലുണ്ട്, പ്രൊഫസർ എം സനുജ. ഇത് കുറച്ചുകൂടെ ഒരു ഡാർക്കർ ആക്കാമായിരുന്നു ഈ ബ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് കുറച്ചുകൂടെ നന്നായിട്ട് കാണും, കുറച്ചുകൂടെ ഡാർക്കർ ആക്കാം. ഇത് ഭയങ്കര ലൈറ്റർ ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓതർ കഴിഞ്ഞ് താഴെ HOD ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻറ്റമോളജി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്നുള്ളത് കൊടുക്കാം. പിന്നെ ഇവിടെ ഇതെനിക്ക് കുറച്ച് ക്ലസ്റ്റേർഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഇത് മൂന്നും സെപ്പറേറ്റ് ആക്കാമായിരുന്നു. ദ ബയോഡൈവേഴ്സിറ്റി ക്ലബ് ഓഫ് അഡിയറ കോളേജ് ഓഫ് നാച്ചുറൽ സ്റ്റഡീസ് എന്ന് കൊടുക്കാമായിരുന്നു. ഇനി ഇവിടെയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഞാനാണോ പഠിപ്പിക്കേണ്ടത്? ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഈസ് കണ്ടക്ടിങ് എ സെമിനാർ എന്ന് പറയുമ്പോൾ ഈസ് കണ്ടക്ടിങ് എന്നുള്ളത് എന്ത് ടെൻസാണ്? അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ഇംഗ്ലീഷ് ക്ലാസ് ഗ്രാമർ ക്ലാസ് ആയിപ്പോയി. ഈസ് കണ്ടക്ടിങ് എ സെമിനാർ എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെയാണ് യൂസ് ചെയ്യുക? ഇപ്പോൾ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നടക്കുന്നതല്ല, ഇതെന്താണ്? ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത്. ഡേറ്റ് ഒക്കെ നമ്മൾ ഫിക്ഷനിലാണ്, നമ്മൾ ഓൾറെഡി നടക്കുന്നതിന് മുമ്പാണ് ഫ്ലയർ ചെയ്യുക. അപ്പം ഓൾറെഡി ഫ്യൂച്ചറിൽ പ്ലാൻഡ് ആണ്, പക്ഷേ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതാണ്, പക്ഷെ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ട ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ മാറ്റേണ്ട രീതി ബയോഡൈവേഴ്സിറ്റി ക്ലബ് അഡിയറ കോളേജ് ഓഫ് നാച്ചുറൽ സ്റ്റഡീസ് എന്ന് മുകളിൽ കൊടുത്തിട്ട് കണ്ടക്ട്സ് എ സെമിനാർ ഓൺ ദ ടോപ്പിക് എന്നൊന്നും വേണമെന്നില്ല, കണ്ടക്ട്സ് എ സെമിനാർ ഓൺ എന്ന് കൊടുക്കുക. താഴെ ത്രെറ്റൻഡ് ഇൻസെക്ട് സ്പീഷീസ് ഓഫ് കേരള എന്നാണെങ്കിൽ ഇവിടെ ഒരു കൺജഷൻ ഒഴിവായി കിട്ടും, കുറച്ചുകൂടെ അത് കാണാൻ ഒരു രസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇത് ചെയ്തത് ആരാണ് എന്ന് ഞാൻ പറയാൻ വിട്ടുപോയി, സോറി. സാന്ദ്രയാണ്, സാന്ദ്ര ദീപക്. ഓക്കെ, സാന്ദ്രയാണ് ഇത് ചെയ്തിട്ടുള്ളത്. സാന്ദ്രയുടെ ഇൻസ്റ്റഗ്രാം ID നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് ചെയ്ത ആളെയും ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് ചെയ്തത് ശ്രീനാഥാണ്, ശ്രീനാഥ് P. ഓക്കെ, അപ്പം ശ്രീനാഥിൻ്റെയാണ് ഈ ഒരു ഫ്ലയർ എന്ന് പറയുന്നത്. അപ്പോൾ ആളുടെയും ഡീറ്റെയിൽസ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുകയാണ്. അപ്പം ഈ പറയുന്ന ആളുകളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിട്ട് നോക്കുക, അവരുടെ എന്താ പറയുക പേജസൊക്കെ വിസിറ്റ് ചെയ്യുക, അവരെന്താണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നോക്കുക. ഇനിയും ബെറ്റർ ആക്കാൻ പറ്റും. ഓക്കെ സാന്ദ്ര, അപ്പോൾ കുറച്ചുകൂടെ ഈ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്താൽ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ എപ്പോഴും നേച്ചറിനെ കാണിക്കാൻ ഈ പറയുന്ന പോലെ ഗ്രീൻ തന്നെ ചൂസ് ചെയ്യണമെന്നൊന്നുമില്ല, കളർ കോമ്പിനേഷൻസ് വേറെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം അത് നല്ലൊരു ഓപ്ഷനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, കുറച്ചുകൂടെ അതൊന്ന് ഡാർക്കർ ആക്കിയതാണെങ്കിൽ കുറച്ച് രസമായിരുന്നു. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ പ്രൊഫസർ എം സനുജ എന്നുള്ളത് നോക്കൂ, കുറച്ച് വായിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ആൻഡ് ഇനിയാണ് നമ്മുടെ ഒന്നാമത്തെ ആൾ വരുന്നത്. ഒന്നാമത്തെ ഫ്ലയർ ചെയ്തത് ബിനിലാണ്, ബിനിൽ PM. ഓക്കെ, ബിനിൽ ചെയ്തിട്ട് എനിക്ക് ഫോമിൽ ഫില്ല് ചെയ്യാൻ പറ്റാതെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് എനിക്ക് PDF ആയിട്ട് അയച്ചു തരികയാണ് ചെയ്തത്. ആ ഫ്ലയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത്രയും ഫ്ലയേഴ്സിൽ നിന്ന് എന്തുകൊണ്ട് ഇത് ഡിഫറെൻ്റ് ആയി എന്നുള്ളതാണ് ഇവിടെ പറയാം. ഭയങ്കര നീറ്റ്, ക്ലീൻ, എല്ലാം കൊണ്ടും ഭയങ്കര അടിപൊളിയാണ്. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ഒരു ടോപ്പിക്കും ഈ ഒരു ഇൻസെക്റ്റിനെയുമാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഒരു ഇൻസെക്റ്റാണ്, എനിക്ക് പേര് മറന്നുപോയി. അപ്പോൾ ഇത് നന്നായിട്ട് കടിക്കും കേട്ടോ, കടിച്ച ഭയങ്കര വേദനയാണ്. നമ്മൾ മത്തനിലൊക്കെ ഇരിക്കുന്ന മത്തൻ ജാതി എന്നൊക്കെ പറയാറുണ്ട്, അതിൻ്റെ ഒരു വേറെ വേരിയേഷനാണ്. അപ്പോൾ ഇത് നോക്കൂ, ത്രെറ്റൻഡ് ഇൻസെക്ട് സ്പീഷീസ് ഓഫ് കേരള, ഭയങ്കര ക്ലിയർ ആയിട്ട് ഫസ്റ്റ് നമുക്കത് കാണും. അത് കാണും. പക്ഷേ ഇവിടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ സെമിനാർ എന്നുള്ളത് ഇല്ല, മനസ്സിലായോ? പക്ഷേ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര അടിപൊളിയായതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഫസ്റ്റ് എന്നുള്ള സ്ഥാനത്തേക്ക് ഇട്ടത്. ആ സെമിനാർ എന്നുള്ള വാക്കില്ലാത്തതുകൊണ്ട് ശരിക്കും ഇത് പുറന്തള്ളി പോകേണ്ടതാണ്. പക്ഷേ ബാക്കിയെല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആ ഒരു വാക്കുകൊണ്ട് മാത്രമില്ല. മുമ്പ് നേരത്തെ നയനയുടെ കേസിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ ഒരു കാര്യം, പക്ഷേ അതിൽ മിസ് ഔട്ട് ചെയ്ത ഒരുപാട് ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇതിനെ ഈ ഒരു ഭാഗത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ബിനിൽ ഇവിടെ ഇത് സെമിനാർ ആണെന്നുള്ളത് കൊടുത്തിട്ടില്ല. ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബാണ്, അഡിയറ കോളേജ് അവർക്കൊരു ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആദിത്യ കോളേജിൻ്റെ പേര് അതൊക്കെ വലിയ കുഴപ്പമില്ല. കോളേജിൻ്റെ പേര് ലോഗോയും എന്നുള്ള രീതിയിൽ ഒരു ലോഗോ സെറ്റ് ചെയ്തിട്ടുണ്ട്, വൃത്തിയായിട്ട്, അത് നന്നായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ ഇതിൽ സെമിനാർ ആണെന്നുള്ളത് ഇല്ല. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ബിനിലെ.
അപ്പം അത് കൊടുക്കണമായിരുന്നു. സെമിനാർ ഓൺ എന്നുള്ളത്, അല്ലെങ്കിൽ സെമിനാർ എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമായിരുന്നു. ആളുടെ ഫോട്ടോ, ആരാണോ സ്പീക്കർ, ഇൻവൈറ്റഡ് സ്പീക്കറിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇൻവൈറ്റഡ് സ്പീക്കറിൻ്റെ ഫോട്ടോ കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു റെക്റ്റാങ്കിളോ അങ്ങനെ എന്തെങ്കിലും ഇവിടേക്ക് ഒന്ന് നീട്ടാമായിരുന്നു. കാര്യം ഇവരാണിത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു സ്പീക്കറാണിതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താണെങ്കിൽ നന്നായിരുന്നു. പിന്നെ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നോക്കൂ. ആദ്യം ഡേറ്റ്, ടൈം, വെന്യൂ മൂന്നും കറക്റ്റ് സ്ഥലത്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആളുടെ പേര് ഭയങ്കര നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പ്രൊഫസറിൻ്റെ പേര് മാത്രം എന്താക്കായിരുന്നു, കളർ ചേഞ്ച് ചെയ്യാമായിരുന്നു. അപ്പം അങ്ങനെ കൊടുത്തതാണെങ്കിൽ നന്നാവുമായിരുന്നു. പിന്നെ ഞാൻ പറയാതെ ചെയ്ത ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത്, എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം, ഒരു കോണ്ടാക്ട് ഡീറ്റെയിൽ കൊടുത്തു എന്നുള്ളതാണ്. നമുക്ക് സംശയം ഉണ്ടാവുമല്ലോ, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നുള്ള ചിലപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും. അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോണ്ടാക്ട് ഡീറ്റെയിൽ വെച്ചു എന്നുള്ളത്, അത് അറിഞ്ഞ് ചെയ്യേണ്ട ഒരു ഡിസൈനറിൻ്റെ ലോജിക് സെൻസാണ് അതെന്ന് പറയുന്നത്. അത് അറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യം ആണ്. അത് ബിനിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ഫ്ലയറിനെ നമ്മൾ പ്രൈമറി ഫസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാര്യം. ബാക്കിയുള്ളവർ പലരും മിസ് ഔട്ട് ചെയ്ത പല കാര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിനൊരു നീറ്റ്നെസ് ഉണ്ട്. കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ക്ലീൻ ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അപ്പം അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു ഫസ്റ്റ് എന്നുള്ള രീതിയിൽ. പിന്നെ ഇതിൽ ബ്ലീഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് PNG ആയിട്ട് എനിക്ക് അയച്ചുകൊണ്ടാണ് എനിക്ക് PDF ആയിട്ട് തന്നത്. PDF എനിക്ക് ബ്ലീഡ് ഇട്ടിട്ടായിരുന്നു തന്നിട്ട്. അപ്പം അങ്ങനെ, അതുപോലെ ഇവിടെ അടിയറ കോളേജ് ഓഫ് നാച്ചുറൽ സ്റ്റഡീസ് NNS എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആക്കണം. അങ്ങനെ ഗ്രാമാറ്റിക്കലി നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലാംഗ്വേജിലാണ്. ലാംഗ്വേജ് കറക്റ്റ് ചെയ്യുക. ഇനി വരുന്ന ഫ്ലയേഴ്സിലൊന്നും ലാംഗ്വേജ് എറേഴ്സ് കാണാതിരിക്കട്ടെ. അതുപോലെ എന്താ പറയുക, നിങ്ങളുടെ അശ്രദ്ധ ഉണ്ടെന്നുണ്ടെങ്കിൽ തലവണ്ടി അടിച്ച് പൊട്ടിക്കണം കേട്ടോ ഞാൻ. കാര്യം അത് തന്ന സാധനം അതേപോലെ എന്താ പറയുക എടുത്തിടാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇടിക്കും എല്ലാത്തിനെയും. അപ്പോൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് നമുക്ക് നമ്മുടെ ആദ്യത്തെ റിവ്യൂ എന്ന് പറയുന്നത്. ഇതിന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. കാര്യം ഇനി ഞാൻ ഒരുപാട് ഫാക്ടേഴ്സ് മിസ് ഔട്ട് ചെയ്യുന്നില്ല. ഇപ്പം തന്നെ വീഡിയോ ഭയങ്കര ലെങ്തായി. അപ്പോൾ 12 എടുത്ത് നമ്മൾ പറയുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത വീക്ക്ലി ടാസ്കിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയും. അപ്പം കൺഗ്രാജുലേഷൻസ് ബിനിൽ, അതുപോലെ ശ്രീനാഥ്, സാന്ദ്ര, പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും. പലരുടെയും പേരുകളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു 3 പേരുടെ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കര കോമ്പറ്റീറ്റീവായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് തവണ ചെയ്ത സാധനങ്ങൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് അടുത്തതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ബിഗിനർ ആയിട്ടുള്ള ഡിസൈനർ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്ലയറിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കുക. കാര്യം അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഇങ്ങനത്തെ ഒരു സെമിനാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫ്ലയേഴ്സിനുള്ളൊരു ഫോമാറ്റും അതിൻ്റെ രീതികളും ഒക്കെ നമ്മളിതിൽ പഠിച്ചു. അപ്പോൾ ഇനിയും പലതരത്തിലുള്ള രീതികളുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത്. ദിസ് ഇസ് ബൈ ഫ്രം മീ, ഡിസൈൻ വിത്ത് വിഷ്വൽ.